ഗുഡ് മോർണിംഗ്. വെൽക്കം ടു +2 പൊളിറ്റിക്സ് ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജമ്മു കാശ്മീരിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. പ്രാദേശിക അഭിലാഷങ്ങൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമായി പ്രാദേശിക അഭിലാഷം നിലനിന്ന ഒരു സ്റ്റേറ്റായിരുന്നു ജമ്മു ആൻഡ് കാശ്മീർ. ആ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും അതിൻ്റെ ജമ്മു കാശ്മീരിലെ പ്രശ്നത്തിൻ്റെ അടിവേരും നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറയണ്ടായി. ഇന്ന് നമ്മൾ ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട ബാഹ്യവും ആന്തരികവുമായ തർക്കങ്ങളെക്കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യക്കകത്തും കാശ്മീരിനകത്തും കാശ്മീരിന് പുറത്തും അതേപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തും ഇന്ത്യക്കകത്തും കാശ്മീരുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. 1947 കാശ്മീരിലേക്ക് പാകിസ്ഥാൻ നുഴഞ്ഞു കയറുകയും കാശ്മീരിൻ്റെ ഒരു ഭാഗം അവരുടേതാണ് എന്ന് അവർ പ്രഖ്യാപിക്കുകയും അതിനെയാണ് അവർ ആസാദ് കാശ്മീർ എന്ന് വിളിച്ചത്. കാശ്മീർ കാശ്മീർ കൈയടക്കാനുള്ള തീവ്രവാദികളുടെ ശ്രമങ്ങൾ വഴിയാബാധയായി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പല സമയത്തും കാശ്മീർ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പാകിസ്ഥാനിലെ തീവ്രവാദികളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370 കാശ്മീരിന് ചില പ്രത്യേക അവകാശങ്ങൾ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത് അത് എടുത്തൊഴിവാക്കേണ്ടായി. അതിനെക്കുറിച്ച് നമ്മൾ ഈ പാഠഭാഗത്തിൻ്റെ അവസാനം അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ നൽകുന്നതാണ്. ഈ ആർട്ടിക്കിൾ 370 കാരണം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ സ്വയംഭരണ അധികാരം കാശ്മീരിനുണ്ട്. പ്രധാനമായും ജമ്മു കാശ്മീരിന് ഒരു ഭരണഘടനയുണ്ട്. നമ്മുടെ ഭരണഘടനയിലെ എല്ലാ വ്യവസ്ഥകളും മറ്റ് സംസ്ഥാനങ്ങൾക്ക് ബാധകമാണെങ്കിലും കാശ്മീരിന് അത് ബാധകമല്ല. ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ ജമ്മു കാശ്മീരിന് ബാധകമാകുന്നത് ജമ്മു കാശ്മീരിലെ സംസ്ഥാന സഭ അത് അംഗീകരിക്കുമ്പോൾ മാത്രമാണ്. ഈ ഒരു ആനുകൂല്യമാണ് ആർട്ടിക്കിൾ 370 പ്രകാരം കാശ്മീരിന് പ്രത്യേകമായി നൽകിയിട്ടുള്ളത്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, അവർക്ക് ഭരണഘടനയുണ്ട് സ്വന്തമായി. ഇന്ത്യൻ ഭരണഘടനയിലെ എല്ലാ വ്യവസ്ഥകളും കാശ്മീരിന് ബാധകമല്ല. ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ ജമ്മു കാശ്മീരിന് ബാധകമാവണമെങ്കിൽ അവിടുത്തെ സഭ അതിന് അംഗീകാരം നൽകണം. ജമ്മു കാശ്മീരിന് മാത്രമുള്ള ഈ പ്രത്യേക അവകാശങ്ങൾ ഇന്ത്യയിൽ ഒരു ചർച്ചാ വിഷയമായിരുന്നു. ജമ്മു കാശ്മീർ ഇന്ത്യൻ യൂണിയനിൽ പൂർണ്ണമായി ലയിച്ചിട്ടില്ല. അത് റദ്ദാക്കണമെന്നുള്ളത് BJPയുടെ എല്ലാ കാലത്തെയും ആവശ്യമായിരുന്നു. അവരത് നടപ്പാക്കുകയും ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക അവകാശം ഈ അടുത്ത കാലത്തായി റദ്ദാക്കുകയും ചെയ്തു. എന്നാൽ ഈ പദവിയുമായി ബന്ധപ്പെട്ട് കാശ്മീരികൾക്കും ചില പരാതികളുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനം ആർട്ടിക്കിൾ 370 പ്രകാരം അവർക്ക് സ്വതന്ത്രമായ ഒരു പദവി അനുവദിച്ചിട്ടുണ്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പ്രധാനമായും 3 എണ്ണമാണ്. ഒന്ന്, ഇന്ത്യൻ യൂണിയൻ ലയിക്കുന്ന കാര്യത്തിൽ ജനങ്ങളുടെ അഭിപ്രായം ആരായാൻ ഒരു ജനഹിത പരിശോധന നടത്തും എന്ന് നേരത്തെ കാശ്മീരികൾക്ക് ഉറപ്പ് കൊടുത്തിരുന്നു. ആ ഒരു ഇന്ത്യയിലേക്ക് ചേരണോ വേണ്ടയോ എന്ന് അറിയാൻ ജമ്മു കാശ്മീരികളുടെ അഭിപ്രായം ഒരിക്കലും അന്വേഷിക്കാൻ ഗവൺമെൻറ് തയ്യാറായിട്ടില്ലാകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പരാതി. രണ്ടാമത്തേത്, 370 പ്രകാരം അനുവദിച്ചിട്ടുള്ള സ്വയംഭരണാധികാരവും ഭരണഘടന ഉറപ്പു നൽകുന്ന ഫെഡറൽ പദവിയും ഫലത്തിൽ സംസ്ഥാനത്തിന് ഒരധികാരവും ഇല്ലാത്ത അവസ്ഥയിലാണ് എത്തിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ സ്വയംഭരണാധികാരം അവർക്ക് വേണമെന്നും അവരാവശ്യപ്പെട്ടിരുന്നു. മറ്റൊന്ന്, ജമ്മു കാശ്മീരിൽ നിലനിൽക്കുന്ന ജനാധിപത്യം മറ്റു സംസ്ഥാനങ്ങളിലെ ജനാധിപത്യത്തിൽ നിന്ന് ഭിന്നമാണ് എന്നുള്ളതാണ്. ലാസ്റ്റ് ക്ലാസ് we discussed about the Jammu Kashmir issue of Jammu and Kashmir as regional aspirations, in which we discussed the geographical features and root of the Kashmir issue. Today we are going to discuss about external and internal disputes related to Jammu and Kashmir. Jammu and Kashmir has been a controversial issue due to internal and external reason. Pakistan has been harping on the same string that Kashmir Valley was part and parcel of Pakistan. As a result of Pakistan-sponsored tribal invasion in 1947, one part of the Kashmir Valley came under the control of Pakistan. India immediately said that the area under illegal occupation and it really belongs to India. But Pakistan calls this area as Azad Kashmir.
The Kashmir issue had been going on over since independence. Within the Indian Union, there are some disputes about the states of Kashmir. Article 370 of our constitution granted special status to Kashmir. By this article, Jammu and Kashmir enjoys greater autonomy compared to other states in the country. It has its own constitution. Kashmir has its own constitution. All provisions of our constitutions are not applicable to Jammu and Kashmir. When the Parliament of India passes laws, they would be applicable to Jammu and Kashmir only if the state of Jammu and Kashmir agrees to do so. These are the special powers of Jammu and Kashmir under Article 370. Naturally, this special provision has provoked reaction directly opposed to each other. People of outside Jammu and Kashmir are the opinion that the special status of Article 370 does not signify full integration of Jammu and Kashmir with the Indian Union. So the people demanded that special provision under Article 370 should be revoked. But the Kashmiris says that autonomy conferred by Article 370 is not enough. They demand that accession to the Indian Union should be referred to the people. In other words, they demand a plebiscite. Another point of dispute by the Kashmiri is that the federal state guaranteed by Article 370 has in practice suffered much. There seems to be little autonomy for the state now. This has to be rectified and the state should have greater autonomy. And yet another point of disputes is that Jammu and Kashmir does not have the type of democracy practiced in the rest of the country. 1948 ശേഷമുള്ള ജമ്മു കാശ്മീരിൻ്റെ രാഷ്ട്രീയം. പ്രധാനമന്ത്രി എന്ന നിലയിൽ ജമ്മു കാശ്മീരിൽ അധികാരത്തിലെത്തിയ ഷെയ്ഖ് അബ്ദുള്ള ജനങ്ങൾക്ക് ഗുണകരമായ ഏറെ കാര്യങ്ങൾ ചെയ്തു മുമ്പോട്ട് പോയെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റും ഷെയ്ഖ് അബ്ദുള്ളയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടിക്കൂടി വരികയായിരുന്നു. നെഹ്റു ജമ്മു കാശ്മീർ മന്ത്രിസഭ പിരിച്ചുവിടുകയും ഷെയ്ഖ് അബ്ദുള്ളയെ ദീർഘകാലം ജയിലിലടക്കുകയും ചെയ്തു. തുടർന്ന് പ്രധാനമന്ത്രിക്ക് ഷെയ്ഖ് അബ്ദുള്ളയെ പോലെ ജനപിന്തുണ ഉണ്ടായില്ല. തുടർന്ന് വന്ന പ്രധാനമന്ത്രിക്ക് ഷെയ്ഖ് അബ്ദുള്ളയെ പോലെ ജനപിന്തുണ ഉണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നു എന്ന പരാതികളും വ്യാപകമായിരുന്നു. ജമ്മു കാശ്മീർ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് വ്യാപകമായി ഇടപെട്ടിരുന്നു. നേതാവായ ഷെയ്ഖ് അബ്ദുള്ള ജയിലിലായിരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ നാഷണൽ കോൺഫറൻസ് പാർട്ടി 74 വരെ അധികാരത്തിൽ തുടർന്നു. പിന്നീട് നാഷണൽ കോൺഗ്രസിൽ ലയിച്ചു. അതോടെ ജമ്മു കാശ്മീർ പൂർണ്ണമായും കോൺഗ്രസിൻ്റെ അധീനതയിലായി. ഷെയ്ഖ് അബ്ദുള്ളയും കേന്ദ്ര സർക്കാരും തമ്മിൽ രമ്യതയിലെത്താൻ നിരവധി ശ്രമങ്ങൾ നടന്നു. 1974 ഇന്ദിരാഗാന്ധിയാണ് അത് യാഥാർത്ഥ്യമാക്കിയത്. മുഖ്യമന്ത്രിയായ ഉടൻ തന്നെ ഷെയ്ഖ് അബ്ദുള്ള ജമ്മു കാശ്മീരിലെ നാഷണൽ കോൺഫറൻസ് പുനരുജ്ജീവിപ്പിച്ചു. 1977 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസ് പാർട്ടിക്ക് വീണ്ടും ഭൂരിപക്ഷം ലഭിച്ചു. 82 ഷെയ്ഖ് അബ്ദുള്ളയുടെ മരണത്തെ തുടർന്ന് അവരുടെ മകൻ ഫാറൂഖ് അബ്ദുള്ള മുഖ്യമന്ത്രിയായി. അധികം വൈകാതെ ഗവർണർ മന്ത്രിസഭ വീണ്ടും പിരിച്ചുവിട്ടു. നാഷണൽ കോൺഫറൻസിൻ്റെ ഒരു ഭാഗം വിട്ടുപോയി. ഫാറൂഖ് അബ്ദുള്ളയെ പിരിച്ചുവിട്ടപ്പോൾ അവർ അധികാരത്തിലെത്തുകയും ചെയ്തു. ഫാറൂഖ് അബ്ദുള്ള മന്ത്രിസഭയെ പുറത്താക്കിയതിൽ ജമ്മു കാശ്മീരിൽ പ്രതിഷേധം അലയടിച്ചു. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട കാശ്മീർ സർക്കാരിനെ പിരിച്ചുവിട്ടത് സംസ്ഥാനത്തിൻ്റെ അധികാരത്തിന്മേലുള്ള കൈകടത്തലാണെന്ന് അവർ ആരോപിച്ചു. ഇത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തെ വിളിച്ചു. ജനാധിപത്യ വ്യവസ്ഥയിൽ കാശ്മീരികൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ എല്ലാം കൈവിട്ടതുപോലെ അവർക്ക് തോന്നി. കേന്ദ്രം അനാവശ്യമായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇടപെടുകയായിരുന്നു. കാശ്മീരികൾ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. 1986 നാഷണൽ കോൺഫറൻസ് കോൺഗ്രസുമായി തെരഞ്ഞെടുപ്പ് സഖ്യമുണ്ടാക്കിയതോടെ സ്ഥിതികൾ കൂടുതൽ വഷളായി. അപ്പോൾ 1948 ശേഷം ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയും കോൺഗ്രസ് അവിടുത്തെ ജനകീയ സമരത്തിൻ്റെ നേതാവായ ഷെയ്ഖ് അബ്ദുള്ളയെ അവിടുത്തെ ലീഡറായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനുശേഷം ഷെയ്ഖ് അബ്ദുള്ളയും കോൺഗ്രസും തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഷെയ്ഖ് അബ്ദുള്ളയെ ജയിലിലടയ്ക്കുന്നതിലേക്ക് നയിക്കുകയും പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഷെയ്ഖ് അബ്ദുള്ളയുമായി നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോവുകയും ഈ നാഷണൽ കോൺഫറൻസ് എന്ന് പറയുന്ന ഷെയ്ഖ് അബ്ദുള്ളയുടെ പാർട്ടി പിളരുകയും അതിലൊരു വിഭാഗം അവിടെ അധികാരത്തിൽ വരികയൊക്കെ ചെയ്തു. ഇങ്ങനെ
പിന്നീട് ആ ഗവൺമെൻറ്റിനെയും കോൺഗ്രസ് പിരിച്ചുവിടുകയും എന്ന് പറഞ്ഞാൽ ജമ്മു കാശ്മീരിൽ ഒരു ഭരണം സുഗമമായി നടത്താൻ ഒരിക്കലും കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പൊളിറ്റിക്സ് സിൻസ് 1948. ആസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ, ഷെയ്ഖ് അബ്ദുള്ള introduced several reforms in the state. These reforms benefited the common people of Jammu and Kashmir, but the difference between the central government and Sheikh Abdullah was on increase. Nehru, his personal friend, dismissed his government and kept Sheikh Abdullah in jail for several years. The next leader of Jammu and Kashmir did not enjoy as much popularity as he had. There were serious allegations of malpractices in different elections. The Congress party exercised much influence on the politics of Jammu and Kashmir. With their leader Sheikh Abdullah in jail, the National Conference remained in power till 1974. Later, the National Conference merged with the Congress. This gave the Congress complete control over Jammu and Kashmir. Several attempts were made to reach an agreement with Sheikh Abdullah and the central government. It was Indira Gandhi who made it really in 1974. He became the Chief Minister of Jammu and Kashmir, and immediately he revived the National Conference, which gained a majority in 1977 Assembly elections. On the death of Sheikh Abdullah in 1982, his son Farooq Abdullah became the Chief Minister, but soon his government was dismissed by the governor. A faction which had broken away from the National Conference came to power after Farooq's dismissal. Resentment spread among the people of Kashmir on the dismissal of Farooq's government. They felt that the central government was interfering in the democratically elected government of Jammu and Kashmir. This affected the relationship between the center and the state. Kashmiri had developed great confidence in the democratic process, but everything seemed to be slipping out of control. The center was unnecessarily interfering with the state politics. No wonder the people of Kashmir showed their resentment. It worsened when the National Conference entered into an electoral alliance with the Congress in 1986. സായുധ കലാപവും അതിനുശേഷം ഉണ്ടായിട്ടുള്ള സംഭവങ്ങളും. 1987 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം വിജയം കൈവരിച്ചു. ഫറൂഖ് അബ്ദുള്ള വീണ്ടും മുഖ്യമന്ത്രിയായി. എന്നാൽ പൊതുജനങ്ങൾ ഇത് ഗവൺമെൻറ്റിനെതിരായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചാണ് അധികാരത്തിലെത്തിയതെന്ന് അവർ ആരോപിച്ചു. 87 തെരഞ്ഞെടുപ്പ് ഫലം സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്തത്. കാശ്മീരിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലായി വിഘടനവാദ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങി. ഒരു പ്രത്യേക കാശ്മീരി രാഷ്ട്രം ആവശ്യപ്പെട്ടുകൊണ്ട് അവർ രംഗത്തെത്തി. വിഘടനവാദികളെ പാകിസ്ഥാൻ സാമ്പത്തികവും സൈനികവുമായി സഹായിക്കുകയും ചെയ്തു. ജമ്മു കാശ്മീർ ദീർഘകാലം രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായി. സൈന്യം നിയന്ത്രണം ഏറ്റെടുത്തു. ഒരു വശത്ത് സൈന്യത്തിൻ്റെ അതിക്രമങ്ങൾ, മറുവശത്ത് വിഘടനവാദികളുടെ അക്രമങ്ങൾ. കാശ്മീരികൾ അക്രമത്തിൻ്റെ ഭീകരമുഖം തിരിച്ചറിഞ്ഞു. പിന്നീട് 96 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ഫറൂഖ് അബ്ദുള്ള വീണ്ടും മുഖ്യമന്ത്രിയായി. എന്നാൽ ഇത്തവണ നാഷണൽ കോൺഫറൻസ് പ്രാദേശികവാദം പുറത്തെടുത്ത് സ്വയംഭരണാവകാശത്തിന് വേണ്ടി വാദിച്ചു. 2002 തെരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നീതിയുക്തവുമായിരുന്നു. പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി PDPക്ക് ഭൂരിപക്ഷം ലഭിച്ചു. കോൺഗ്രസും PDPയും സഖ്യമുണ്ടാക്കി മന്ത്രിസഭ രൂപീകരിച്ചു. 2006 BJPയും PDPയും തമ്മിൽ സഖ്യമുണ്ടാക്കി അവിടെ അധികാരത്തിലെത്തിയെങ്കിലും 2009 അവർ അധികാരത്തിലെത്തിയെങ്കിലും പിന്നീട് BJP സർക്കാർ ഈ പിന്തുണ പിൻവലിക്കുകയും അതോടെ അധികാരത്തിൽ നിന്ന് പോവുകയും ചെയ്തു. പിന്നീട് അവിടെ BJP രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതാണ് കണ്ടത്. അതുമായി ബന്ധപ്പെട്ട ഒരു വിവരണം നമ്മൾ ഇതിൻ്റെ അവസാനം നൽകുമെന്ന് പറയുകയും ചെയ്തു. ഇൻസർജൻസി ആഫ്റ്റർ 1987 അസംബ്ലി ഇലക്ഷൻ റെക്കോർഡഡ് എ മാസീവ് വിക്ടറി ഫോർ ദി നാഷണൽ കോൺഫറൻസ് അലയൻസ്. Farooq Abdullah once again became the chief minister. But the popular feeling was far different. They believed that the election was rigged with the help of the center. There was already a sense of resentment against the inefficient administration and the center interference in state politics. The 1987 election results only added fuel to the fire. Insurgency raised its
ugly head in different parts of Kashmir. The state found itself in the clutches of a militant movement demanding a separate Kashmiri nation. Pakistan helped the insurgents with moral, material, and military support. Several years of president's rule and the control of the army, the Kashmiri experienced violence from both quarters. The army on one side and the armed insurgents on the other. Assembly elections could be conducted only in 1996. Once again, Farooq Abdullah became the chief minister, but this time the National Conference had played a regional autonomy card. Elections in 2002 were free and fair. The majority went to the PDP, People's Democratic Party. Then Congress and the PDP formed coalition government. Next election, government formed with the PDP and BJP. After BJP declared president's rule in Jammu and Kashmir, later they removed the state status of Jammu and Kashmir in last year and divided Jammu Kashmir as a two union territories like Jammu Kashmir and Ladakh. Now several restrictions imposed in Jammu and Kashmir last and now the elections conducted in Ladakh, but the Jammu and Kashmir is remaining under the president's rule. Several human rights violations and violation cases were reported from Jammu and Kashmir. Even the popular leaders like Mehbooba Mufti, Farooq Abdullah, and other leaders were in custody till last week. Then വിഘടനവാദവും അതിനുശേഷവും 1989 മുതൽ ജമ്മു കാശ്മീരിൽ വിഘടനവാദ രാഷ്ട്രീയം പല രൂപത്തിൽ തലപൊക്കി. ഇതിൽ 3 ഗ്രൂപ്പുകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും തീർത്തും ജമ്മു കാശ്മീരിനെ സ്വതന്ത്രമാണ് ഒരു രാജ്യമായി മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നവർ. 2, പാകിസ്ഥാനിൽ ലയിക്കാൻ താല്പര്യമുള്ളവർ. 3, കൂടുതൽ സ്വയംഭരണാധികാരം ആണ് ആവശ്യപ്പെട്ടിരുന്നത്. ഇന്ത്യയോട് കൂടി ചേർന്ന് നിൽക്കാം, അതോടൊപ്പം കൂടുതൽ അവകാശങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടവർ. സ്വയംഭരണാധികാരം എന്ന ആശയം സംസ്ഥാനത്തെ വിവിധ പ്രദേശത്തെ ജനങ്ങളെ 2 വിധത്തിൽ ബാധിക്കുന്നു. സംസ്ഥാനത്തിന് കൂടുതൽ സ്വയം അധികാരം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതേസമയം സംസ്ഥാനത്തിലെ ജമ്മു, ലഡാക്ക് തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങൾ തങ്ങളുടെ പ്രദേശങ്ങൾക്ക് സ്വയംഭരണാധികാരം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. തങ്ങൾ പിന്നോക്കാവസ്ഥയിലുള്ളവരും അവഗണിക്കപ്പെട്ടവരുമാണെന്ന് അവർ ചിന്തിക്കുന്നു. ചുരുക്കത്തിൽ സംസ്ഥാനത്തിനാകെ അംഗത്തെ പ്രദേശങ്ങൾക്ക് സ്വയംഭരണാധികാരം വേണമെന്നുള്ള ആവശ്യം സംസ്ഥാന സ്വയംഭരണത്തിനുള്ള ആവശ്യം പോലെ തന്നെ ശക്തമാണ്. പ്രത്യേക രാജ്യം വേണമെന്ന ആവശ്യത്തിൽ നിന്ന് ഭൂരിഭാഗം വിഘടനവാദ ഗ്രൂപ്പുകളും ഇപ്പോൾ പിന്മാറിയിട്ടുണ്ട്. ബഹുത്വ സമൂഹത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും നല്ല ഉദാഹരണമാണ് ജമ്മു കാശ്മീർ. ഇവിടെ മതപരമായും ഭാഷാപരമായും സമുദായപരമായും സാംസ്കാരികമായും വ്യത്യസ്തരായ ജനവിഭാഗങ്ങളാണ് പാർക്കുന്നത്. അവർ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നു. ഈ വ്യത്യാസങ്ങളും വിവിധ രാഷ്ട്രീയ താൽപ്പര്യങ്ങളും അതുമുതലുള്ള സംഘർഷങ്ങളും ഉണ്ടെങ്കിലും ബഹുമുഖവും മതേതരവുമായ സംസ്കാരത്തിന് കാര്യമായ കോട്ടം തട്ടാതെ ഇന്നും അവിടെ നിലനിൽക്കുന്നു. Separatism and beyond. Separatism surfaced in Kashmir from 1989 in different forms. In this there were 3 groups. One group of separatists demand as a separate Kashmiri nation totally independent of India and Pakistan. Another group wanted to merge with Pakistan. The third group wanted more autonomy for Jammu and Kashmir but within the Indian Union. The idea of autonomy is different for different areas in the state. Jammu Ladakh area, the people have complaints about backwardness. This means their demand for autonomy is for both interstate and interstate. Initially, military was very strong and crude, but now it has given way to an urge of peace. They are fed up with military. Negotiations are on with the central government. Most of the separatist groups have given up the idea of a separate nation. They are now in the path of dialogue to renegotiate better relation with India. The state of Jammu and Kashmir is a very good example of plural society and politics. We have here religious, ethnic, linguistic, tribal and cultural plurality and their influence on politics despite
These differences and divergent political aspirations, along with the conflicts, is the plural and secular culture seems to have remained more or less unaffected. റീജിയണൽ ആസ്പിറേഷൻസ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ചില ചോദ്യങ്ങൾ. റൈറ്റ് അബൌട്ട് ദി എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഡിസ്പ്യൂട്ട്സ് റിലേറ്റഡ് ടു ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും നിന്നുള്ള വിവാദങ്ങൾ എന്തൊക്കെയാണ്? നെക്സ്റ്റ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി പൊളിറ്റിക്സ് സിൻസ് 1948 ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു കാശ്മീരിൽ 1948 ശേഷമുള്ള രാഷ്ട്രീയത്തെക്കുറിച്ച് വിവരിക്കുക. അടുത്തത്, റൈറ്റ് അബൌട്ട് ദി ഇൻസർജൻസി ആൻഡ് ആഫ്റ്റർ ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. വിഘടനവാദവും അതിന് ശേഷവുമുള്ള ജമ്മു കാശ്മീരിലെ സംഭവങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക. ദെൻ നെക്സ്റ്റ്, റൈറ്റ് അബൌട്ട് ദി സെപ്പറേറ്റിസം ആൻഡ് ബിയോണ്ട്. ജമ്മു കാശ്മീരിലെ വിവിധ വിഭാഗങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കുക. അതോടൊപ്പം തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജമ്മു കാശ്മീരിൻ്റെ ഇഷ്യൂസിനെ കുറിച്ചൊരു ന്യൂസ് ചാനലിൽ വന്ന ഒരു ലിങ്ക് കൂടി ഇതിൻ്റെ കൂടെ ഞാൻ സെൻഡ് ചെയ്യുന്നുണ്ട്. അതും വാച്ച് ചെയ്ത് ജമ്മു കാശ്മീരിലെ കാര്യങ്ങളെക്കുറിച്ച് നന്നായി മനസ്സിലാക്കി നോട്ട് എഴുതി വെക്കണമെന്ന് ആവശ്യപ്പെടാണ്. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ആഫ്റ്റർ വാച്ചിങ് ദ അഡീഷണൽ ലിങ്ക് ഫ്രം എ ന്യൂസ് ചാനൽ. നിങ്ങൾക്ക് പാഠഭാഗം മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.